വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നും ഒരു കുട്ടി വ്ളോഗാണ്. സാധാരണ രാവിലെ നടക്കാനിറങ്ങുമ്പോൾ എൻ്റെ കൂടെ നാസി ഉണ്ടാവാറുണ്ട്. നാസി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. തൊട്ടടുത്ത് തന്നെയാണ് താമസം. അതുകൊണ്ട് തന്നെ നടക്കാൻ പോകുന്നതും ജിമ്മിൽ പോകുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ചാണ്. ഇന്ന് അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് നടക്കാൻ ഇറങ്ങിയത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ബോറടിക്കാതിരിക്കാൻ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് പുറത്തോട്ടിറങ്ങിയത്. ഇങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ നടക്കാൻ ഇറങ്ങുന്നത് പതിവില്ലാത്തതുകൊണ്ട് ഇന്ന് തുടക്കത്തിലൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രസമുള്ളൊരു ഫീലായിട്ട് തോന്നി. ഇറങ്ങുന്ന സമയത്ത് ചെറുങ്ങനെ വെളിച്ചം വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ച് റൂമിലേക്ക് എത്താറായപ്പോഴത്തേക്കും നല്ല സൺലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നടക്കുന്ന വഴിയിൽ ഈ ഒരു മരത്തിൽ നിറയെ പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മണമാണ് അതിന്. നാട്ടിലെ ചെമ്പകപ്പൂവിൻ്റെ ഒക്കെ മണമാണ്. ഇത് ചെമ്പകം തന്നെയാണോ എന്നുള്ളതറിയില്ല. താഴെ വീണ് കണ്ടൊരു പൂവ് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചു. ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇടയിലുള്ള ഈ പരിപാടികളൊക്കെ. അവളും കൂടി ഉണ്ടാകുന്ന സമയത്ത് സംസാരത്തിൽ മുഴുകിയിട്ട് ചുറ്റും അങ്ങനെ ശ്രദ്ധിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ നടത്തം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഇനി കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു പരീക്ഷണമാണ്. ഇത് ആക്ച്വലി എനിക്കൊരു കസ്റ്റമൈസേഷൻ ഓർഡർ വന്നതാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ വർക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യാനായിട്ട്. പുതിയൊരു ബ്രൈഡിങ് മെത്തേഡാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ആദ്യം 1, 2, 3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കി. അതൊന്നും സെറ്റായില്ല. പിന്നെ ചെയ്താകുമ്പോഴത്തേക്കും അതൊന്ന് റെഡിയായി കിട്ടി. തുടക്കത്തിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്കും കൈ നല്ല പോലെ വഴങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ ആ പണിയൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പം ബോറടിക്കാനും അല്ലെങ്കിൽ ഉറക്കം തൂങ്ങാനൊക്കെ ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പണികൾ ചെയ്തിട്ടാണ് ആ ചടപ്പൊന്ന് മാറ്റിയെടുക്കുന്നത്. ബെഡ്ഷീറ്റിനൊക്കെ ചെറിയൊരു സ്മെല്ലിനായിട്ട് ഇത് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് തീർത്തതിന് ശേഷം ഞാൻ തലയിലൊക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തു. ഇരിക്കുന്ന ചെയറിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ ക്യാപ്പ് ഇട്ടിട്ടുള്ളത്. ഓർഡർ പാക്കിംഗ് ആണ് അടുത്ത പണി. എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പാക്കിങ്ങിനുള്ള ഐറ്റംസും ഒക്കെ ഞാൻ ഈ ഒരു കബോർഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത്യാവശ്യം എടുക്കാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ പണികൾ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.